ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്നേഹം വിളമ്പാൻ ഒരിക്കൽ കൂടി ഒത്തുചേരാം. ഇന്ന് നമുക്ക് രുചിയേറിയ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കിയാലോ. തരിക്കഞ്ഞി നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കെപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കാവുന്നതാണ്. ഇതിനായി അരമുറി തേങ്ങ 8 ഗ്ലാസ് വെള്ളത്തിൽ 3 തവണയായി മിക്സിയിലടിച്ച് അരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത് 1-ാം പാലും 2-ാം പാലും ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്. ഗ്യാസ് ഓൺ ചെയ്ത് 2 സ്പൂൺ റവ ഇതിലേക്ക് ഇടാം. റവ ഈ തണുത്ത പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ചൂടുള്ള പാലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതോടൊപ്പം നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. ഞാൻ എടുത്തു കൊണ്ടുവരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി, നേരെ അതിലേക്ക് വീണു. 8 ഗ്ലാസ് പാലിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് തന്നെ മതിയാകും. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ എടുത്ത റവയുടെ അളവ് ഈ കാണുന്ന കപ്പ് പോലെ 60 ml കപ്പിൽ 2 കപ്പാണ്. റവയുടെ അളവ് കൂടിപ്പോയാൽ വേഗം തിക്കായി പോകും നമ്മുടെ തരിക്കഞ്ഞി. അതുകൊണ്ടാണ് റവയുടെ അളവ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. മൺകലം ചൂടാവാൻ സമയമെടുക്കുന്നേ ഉള്ളൂ. ചൂടായിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിം തന്നെ മതിയാവും. ഞാൻ ഇളക്കിക്കൊണ്ടിരുന്ന സ്റ്റീൽ സ്പൂൺ നല്ല ചൂട് കാരണം പിടിക്കാൻ പറ്റാണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാനൊരു ചിരട്ടക്കയിൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇളക്കുന്നത്. പണ്ട് കാലങ്ങളിലെല്ലാം ചിരട്ടക്കയിലാണ് നമ്മുടെ അമ്മമാരെല്ലാം ഉപയോഗിച്ചിരുന്നത്. ഇതൊരു ട്രഡീഷണൽ ഡിഷായതുകൊണ്ട് മാത്രം ഞാൻ മൺകലം യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉള്ള ഏത് പാത്രത്തിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. മൺകലത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്പം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഏകദേശം പാകത്തിന് ആയിട്ടുണ്ട്. നമുക്ക് 1/2 ഗ്ലാസ് പശുമ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പശുമ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം തിളച്ച് പുറത്തേക്ക് പോവും. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ഗ്ലാസ്സിലെടുക്കുമ്പോൾ നമുക്ക് കുടിക്കാനെന്നുള്ള പാകത്തിനായിരിക്കണം നമ്മുടെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് നോക്കിയേ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പാകം. അത് കഴിഞ്ഞ് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാവുമ്പോൾ ഞാൻ 5-6 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായി വഴണ്ട് വരുമ്പോൾ കുറച്ച് കശുവണ്ടിയും കുറച്ച് കപ്പലണ്ടിയും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. കപ്പലണ്ടി തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 50 ഗ്രാമോളം വരുന്ന സേമിയയും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 8-10 റേസിൻസും കൂടി, അതായത് ഉണക്കമുന്തിരിയും കൂടെ വഴറ്റി അത് പാകമായി വരുമ്പോൾ ഓഫാക്കി നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർക്കാം. ഇതേ നോക്കിയ കൂട്ടുകാരെ, നമ്മുടെ സ്വാദിഷ്ടമായ തരിക്കഞ്ഞി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ. തരിക്കഞ്ഞി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വിഭവവുമായി ഇനിയും കണ്ടുമുട്ടാം. ബൈ ബൈ.